ഞാനൊരു ഹോസ്പിറ്റൽ ഫീൽഡ് തിരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായിട്ട് എനിക്കുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് ഞാൻ ഭയങ്കര അലമ്പ് സ്വഭാവമായിരുന്നു. അതായത് നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ ഭയങ്കര ചൂടാവുന്ന, ദേഷ്യം പിടിക്കുന്ന ചെറ്റ സ്വഭാവമായിരുന്നു എനിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഞാൻ ഇങ്ങനെ എപ്പോഴും പടച്ചോനെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ റബ്ബേ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സെൻറ്റിയടിയൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ ശരിക്കും ഹോസ്പിറ്റൽ ഫീൽഡ് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ വിചാരിക്കും ഒരു ദിവസം നമുക്ക് ഒരു പാരസെറ്റമോൾ പോലും കുടിക്കേണ്ട ഒരു ഗതികേട് നമുക്കില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വരും. കാരണം ഞാനിപ്പോൾ ഫാർമസിയിൽ നിൽക്കുന്ന സമയത്ത് ഓരോരുത്തരും മരുന്ന് വാങ്ങാൻ വരുമ്പോൾ കുറച്ച് പ്രായമായവരാണെന്നുണ്ടെങ്കിൽ ഒരു പറയും, ഇതിപ്പോൾ ഇത്രയും ചെറിയ ജലദോഷപ്പനീൻ്റെ ചെറിയ കുഞ്ഞ് ഒരു 2-3 കൂട്ടം ഗുളികയെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പറയും, ഇത്രയും ഗുളിക ഞാൻ കുടിക്കണോ? ഇതിൻ്റെ കൂടെ ഞാനൊരു 10-15 ഗുളിക വേറെ കുടിക്കുന്നുണ്ടേ, അതിൻ്റെ കൂടെ ഇതും കൂടി ഇപ്പോൾ ഫുഡ് വേണ്ട, ഗുളിക മാത്രം മതിയില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും, നമുക്ക് ഗുളിക ഇല്ലാത്തൊരു ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതന്നെ ഭയങ്കര വലിയ ബ്ലെസ്സിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കും, പഠിച്ചോനെ ഞാനാണെങ്കിൽ ഒരു ദിവസം പോലും മീൻസ് പനി വന്നാൽ പോലും ഒരു ഗുളിക കുടിക്കാൻ മടിച്ച് ലോകം മടിച്ചാണ് ഞാൻ. അങ്ങനെ ഉള്ള ഞാൻ ഇതിങ്ങനെ 10, 15, 25 കൂട്ടം ഗുളിക വരെ കുടിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ഓരോ കഥ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും, പഠിച്ചോനെ എനിക്കൊക്കെ വല്ലതും വന്നാൽ ഞാൻ അവിടെ കിടന്ന് ചാവുക എന്നല്ലാതെ ഒരു ഗുളിക ഞാൻ തൊള്ളേക്ക് ഇടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഗുളികമ്മൽ മാത്രം ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് കാണുമ്പോൾ ഞാൻ അങ്ങനെ സെൽഫ് മോട്ടിവേറ്റ് ആവും. നമ്മൾ ബ്ലെസ്ഡ് ആണല്ലോ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ആരോഗ്യത്തിന് കേടൊന്നുമില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബാക്കിയൊക്കെ പോട്ടെ. കാരണം ചില ആൾക്കാർക്ക് ഈ വേദനയും വരുത്തും മാറാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതിനിങ്ങനെ പെയിൻ കില്ലേഴ്സ് അടിച്ച് ലാസ്റ്റ് പെയിൻ കില്ലറും വർക്കാവാണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ അൽഹംദുലില്ലാ 1000 വട്ടം പറഞ്ഞാൽ മതിയാവില്ല.